ലോകപ്രസിദ്ധനായ സാഹിത്യകാരനാണ് ലൂയി ബോർഗസ്. ലൂയി ബോർഗസ് അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള സാഹിത്യകാരനാണ്. അദ്ദേഹം അർജൻറ്റീനക്കാരനാണ്. അദ്ദേഹം ഒരു കത്തോലിക്കനായിരുന്നു, ക്രൈസ്തവനായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കഥയുണ്ട്. അത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള കായൻ്റെയും ആബേലിൻ്റെയും കഥയാണ്. കായൻ ആബേലിനെ കൊന്നു എന്നാണ് നാം വായിച്ചിട്ടുള്ളത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ആബേലും കായനും മണൽക്കാട്ടിലൂടെ നടക്കുന്നതാണ് ഈ സാഹിത്യകാരൻ പറയുന്ന കഥ തുടങ്ങുന്നത്. അവൻ മണക്കാട്ടിലൂടെ നടക്കുകയാണ് സന്ധ്യാനേരത്ത്. അങ്ങനെ നടക്കുമ്പോൾ കായനും ആബേലിനും ദൂരെ വെച്ച് തന്നെ തൻ്റെ സഹോദരൻ വരുന്നത് കാണാം. അവർക്ക് എല്ലാവരേക്കാൾ നല്ല പൊക്കമുണ്ടായിരുന്നുവെന്ന് ബോർഗസ് പറയുന്നു. അങ്ങനെ തനിക്കെതിരെ വരുന്ന സഹോദരനാണെന്ന് കാണുമ്പോൾ അവൻ വേഗത്തിൽ സഹോദരനെ കണ്ടുമുട്ടാൻ നടക്കുകയാണ്. രണ്ടു കൂട്ടും കണ്ടുമുട്ടി ആശ്ലേഷിച്ച് അവർ ഒരു നക്ഷത്രത്തിൻ്റെ ചുവട്ടിലിരുന്നു എന്നാണ്. ഇരുന്ന് തീ കൂട്ടി അവർ ആഹാരം ഉണ്ടാക്കി കഴിക്കാൻ തുടങ്ങുകയാണ്. ആഹാരമെടുത്ത് കായൻ വായിലേക്ക് വയ്ക്കുമ്പോൾ ആബേലിനെ നോക്കി. ആബേലിൻ്റെ നെറ്റിത്തടങ്ങളിൽ കല്ലുകൊണ്ട ഏറുകൊണ്ട ഒരു പാടുണ്ട്. അത് കണ്ട് കായൻ ആബേലിനോട് ചോദിക്കുന്നു, നീ എന്നെ കൊല്ലുകയായിരുന്നോ, ഞാൻ നിന്നെ കൊല്ലുകയായിരുന്നു? കായൻ്റെ ചോദ്യമാണ്. ഈ ചോദ്യം കേട്ട് ആബേൽ പറഞ്ഞു, എനിക്ക് നല്ല ഓർമ്മയില്ല, നമ്മളിപ്പോൾ ഒന്നിച്ചാണല്ലോ, അതല്ലേ ഏറ്റവും പ്രധാനം. എനിക്ക് ഓർമ്മയില്ല, നമ്മൾ ഒന്നിച്ചാണല്ലോ, അതല്ല ഏറ്റവും പ്രധാനം എന്ന് ആബേൽ പറഞ്ഞപ്പോൾ കായൻ സ്തബ്ധനായിട്ടിരുന്നു പോയി. അല്പം കഴിഞ്ഞ് കായൻ പറഞ്ഞു, നീ എല്ലാം എന്നോട് ക്ഷമിച്ചു എന്നുള്ളതാണ്, ഒന്നും ഞാൻ ഓർക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. മറക്കുക എന്നുള്ളത് മറവ് ചെയ്യലാണ്, ക്ഷമിക്കലാണ്. നീ എന്നോട് ക്ഷമിച്ചു, ഞാനും സഹോദര ക്ഷമിക്കാൻ ശ്രമിക്കാം. ഞാനും സഹോദര ക്ഷമിക്കാൻ ശ്രമിക്കാം. ബോർഗസിൻ്റെ മനോഹരമായ കഥയാണ്. സഹോദരന്മാർ വൈരം അവസാനിക്കുന്ന ഒരു രംഗമാണത്. പരസ്പരം സുഹൃത്തുക്കളാകുന്ന, വൈരികളായി കൊന്നവർ സുഹൃത്തുക്കളാകുന്ന ഒരു നിമിഷമാണ് ബോർഗസ് ചിത്രീകരിക്കുന്നത്. ഒറ്റ കാര്യം അതിനകത്തുള്ളൂ, മറക്കുക, മറക്കാൻ പഠിക്കുക. ധാരാളം വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, മുറിവേറ്റ അനുഭവങ്ങൾ, ചവിട്ടിത്താഴ്ത്തപ്പെട്ട അനുഭവങ്ങൾ, കൊല്ലപ്പെടുന്ന പോലെ നാം പീഡിപ്പിക്കപ്പെട്ട അനുഭവങ്ങൾ ധാരാളം എൻ്റെ പഴമയിലുണ്ടാകാം, എല്ലാവരുടെയും പഴമയിലുണ്ടാകാം. ഒരു കാര്യമാണ് പ്രധാനം, മറക്കാൻ പഠിക്കുക. അത് പുതുമയുണ്ടാക്കാനുള്ള ശ്രമമാണ്. മറക്കുമ്പോഴാണ് പുതുമ ഉണ്ടാകുന്നത്, പുത്തൻ ലോകം ഉണ്ടാകുന്നത്, പുത്തൻ ആരംഭങ്ങൾ ഉണ്ടാകുന്നത്. ഈ പുതുമ സൃഷ്ടിക്കാൻ, പുത്തൻ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ, നോവറ്റി ഉണ്ടാക്കാൻ, നോവലുണ്ടാക്കാൻ, പുതുമയുണ്ടാക്കാൻ മനുഷ്യന് മാത്രമേ കഴിയൂ. അത് മറക്കുന്നതിലാണ്, പൊറുക്കുന്നതിലാണ്. മറക്കാനും പൊറുക്കാനും കഴിയാത്ത മനുഷ്യൻ നരകം സ്വന്തം തലച്ചോറിനിൽ കൊണ്ടു നടക്കുകയാണ്. നരകം കൊണ്ടു നടക്കാതിരിക്കാൻ പറ്റുക, മറക്കുക, പൊറുക്കുക. അതാണ് ജീവൻ്റെ സന്തോഷത്തിന്, ജീവൻ്റെ സമൃദ്ധിക്ക്, ഐശ്വര്യത്തിൻ്റെ പുതിയ പ്രഭാതത്തിന് അനിവാര്യമായി നമുക്കുള്ളത്. അതാണ് കായൻ്റെയും ആബേലിൻ്റെയും മനോഹരമായ കഥയിലൂടെ ബോർഗസ് നമ്മോട് പറയുന്നത്. പൊറുക്കുക, മറക്കുക, ക്ഷമിക്കുക, എല്ലാം മറന്ന് സഹോദരരായിരിക്കാൻ കഴിയുക. നമ്മൾ ഒന്നിച്ചാണ്. പൊറുത്താൽ മാത്രമേ, മറന്നാൽ മാത്രമേ നമുക്ക് ഒന്നിച്ചിരിക്കാൻ കഴിയും. എല്ലാവരും പരസ്പരം മാന്തുകയും പരസ്പരം വേദനിപ്പിക്കുകയും ചെയ്ത 100 അനുഭവങ്ങൾ നമുക്കൊക്കെ ഉണ്ടാകും. മറക്കുക, പൊറുക്കുക. ഈ മറവി നമുക്ക് അനുഗ്രഹമാകട്ടെ. മറന്ന് ജീവിക്കാൻ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.